ഇപ്പം നല്ല അടിപൊളി മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ്. 3 ഉള്ളല്ലോ, ബാക്കി മറ്റേ എടുത്തില്ല എന്നുണ്ടല്ലോ ചിക്കന്. അത് ശരിയാണ്, എല്ലാം കൂടി ഒരുമിച്ച് കേടെടുത്തണ്ട. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ശ്രീ വിത്ത് യു. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഞാനിപ്പോൾ നാട്ടിലുള്ളത് വെറും ഒരു 4 ദിവസത്തെ വെക്കേഷൻ ഉണ്ട്. നാട്ടിലേക്ക് വന്നാണ് എൻ്റെ കുഞ്ഞെടുക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ ആ 4 ദിവസമാണ് വീട്ടിലുള്ളപ്പം ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ആ ഒരു സമയത്ത് ചുമ്മാ ഇവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയായിട്ട് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. കട്ടൊക്കെ ഇങ്ങനെ വരെ വെച്ചങ്ങായിട്ട് കുടേൻ്റെ കമ്പിക്ക് വെച്ചങ്ങായിട്ട് ചുമ്മാ ഒരു സമയം പോക്കിന്. അപ്പോൾ അതിൻ്റെ ഒരു രസകരമായ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ തന്നെയാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ കനൽ റെഡിയാക്കാൻ വേണ്ടി കയറി നല്ല അടിപൊളി ഇതാണ്. നല്ല എന്തോ മലേഷ്യൻ ആപ്പിളോ അങ്ങനെ ഏതൊരു മരത്തിൻ്റെ നല്ല അടിപൊളി കനൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് തീ ഇവിടെ ആളി കത്തുന്നുണ്ട്. ഗ്രിൽ ചിക്കൻ നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ ഒരു സൈഡിലാണ്, അതായത് സപ്പോട്ടേൻ്റെ മരത്തിന് നേരെ അടിയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്നത്. ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ നമ്മളത് വലിയൊരു പരിപാടിയാക്കാൻ പോവാണ്. ചുമ്മാ ഒരു രസം, അത്ര തന്നെ ഉള്ളൂ. അച്ഛൻ ഇത് മരം പോയി പോകില്ലായിരിക്കും അല്ലേ? അയാൻ ഇത് നമ്മളെ നൈബറാണ് അയാൻ. ഹായ് പറ. ഓക്കെ. ആക്ച്വലി ഈ കനൽ ചൂടാക്കുന്നതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീശലാണ്. അതിനാണ് ഇവിടെ ആളെ കിട്ടല്ലാണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും വലിയൊരു പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിക്കൻ കുറച്ച് മുളകും പൊടി ചിക്കൻ മസാല ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. കാരണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൾ വന്നുകൊണ്ട് ഇതിൻ്റെ മുകളിൽ അത് ഉണ്ടാക്കിയത് വെക്കാനുള്ള സമയം കിട്ടിയില്ല, അതാണ് പറ്റിപ്പോയത്. നല്ല അടിപൊളി ഇങ്ങായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെക്കാൻ നേരത്തേക്ക് കറക്റ്റ് ഇങ്ങായിട്ട് ഒരു കോൾ വന്നു, അതാണ് പറ്റിയത്. ഉണ്ടായിനാ ഏടെ ശേ എന്നാ ഈ കൊടക്കമ്പീനുള്ളാക്കണ്ടായിനോ. അങ്ങനെ നമ്മളെ കൊടക്കമ്പീനുള്ള അഭ്യാസം കണ്ടു കയറ്റി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അബ്ദുൽക്കാണ് കാര്യം എന്താക്കി. ഇതാ ഈ സാധനം ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഇതിന് എത്ര കഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഈ സാധനം നമ്മൾ കൊണ്ടു തന്നു. കമ്പി നമ്മൾ നേരെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അച്ഛനിതാ ഓരോരോ പീസായിട്ട് ഇങ്ങനെ നൈസായിട്ട് അതിലേക്ക് എടുത്ത് ചിങ്ങായിട്ട് ലോക്കാക്കാനുള്ള പരിപാടിയിലാണ്. നല്ല രീതിയിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ വീടിൻ്റെ ഒരു കോർണറിലാണ്. ഇതാണ് നമ്മളെ വീട്ടിലെ കിണർ, അതിൻ്റെ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ അതെയാണ്. ഇതാണ് ഞങ്ങളെ വീടും അതിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ. എന്താ പറയുക, താമരശ്ശേരിയാണ് താമസിക്കുന്നത്. അമ്മ കുറേ കരഞ്ഞതിന് ശേഷം വാങ്ങിച്ചു കൊടുത്ത പൂച്ചട്ടിയാണ്. അതിൻ്റെ അകത്ത് ഒരു സാധനം ഉണ്ടായിട്ടില്ല ഇതുവരെയും. ഏറ്റവും വേണ്ട ഈ 2 എണ്ണത്തിനോട് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ മനഃപൂർവ്വം കാണിക്കുകയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാനായിട്ട് ഇവിടെ കരച്ചിലായിരുന്നു. ഇതിലൊന്ന് മാത്രം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് പറയാൻ പറ്റുമോ? കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് മഴ പെയ്യുമ്പോൾ അതിൻ്റെ വെള്ളം പറ്റിയായിട്ടുണ്ടായതാണ് സംഭവം. കനൽ അതിൻ്റെ നല്ല അടിപൊളി രൂപത്തിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതാ ഒരു സൈഡ് നമ്മൾ ചെറുതായിട്ട് മറച്ചിട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് സംഭവം കേട്ടോ. ആ കമ്പി കിട്ടിയപ്പോഴാണ് റെഡിയായത്. എന്തിനോ വേണ്ടി കിടക്കുന്ന ആ കുടക്കമ്പി അവിടെ കിടക്കണം. കുറച്ചും കൂടി നമ്മൾ കനൽ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ചൂട് ചെറിയൊരു വ്യത്യാസം കുറവുണ്ട്. എന്നാലും അത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പവർഫുള്ളായിട്ട് വന്നോളൂ. കനലിന് എന്തൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, എന്തായിരുന്നു? ചാരം കിട്ടില്ലെങ്കിൽ കനൽ കത്തുന്നോ അങ്ങനെ എന്തോ പറയുന്നില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ഒരു സെറ്റ് ഇവിടെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനെങ്ങനെ പതുക്കെ നമ്മളിതാ ഈ നല്ല വെള്ള പെയിഡിലേക്ക് എടുത്തിടാൻ പോവുകയാണ്. അങ്ങോട്ട് വെച്ചാ പറ്റി പിടിച്ചു പോയാ ഓരോന്നിനെങ്ങനെ പതുക്കെ ഏറ്റിങ്ങരുതാ. നമ്മൾ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ പ്രൊഫഷണലും ടീമൊന്നുമല്ല. ഈ ബുദ്ധി ഉണ്ടായിട്ടാ നല്ല നൈസ് കയറുക. അടിപൊളി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിങ്ക് ചിരിച്ചേ. അങ്ങനെ നമ്മൾ പിങ്കുവിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛനും ചിക്കനും കൂടെ പിങ്കു നോക്കിയേ ചിരിച്ചു കൊടുത്ത അമ്മോട്. അമ്മ ഇപ്പോൾ വരും. അവസാനത്തെ പീസ് നല്ല അടിപൊളി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് വലിച്ചെറിയുമ്പോൾ നോക്കണേ. ഓക്കെ, അതാ ഈ ഒരു ഫുൾ സെറ്റ് ഇങ്ങോട്ട്. പൊള്ളും. അച്ഛനോട് പറഞ്ഞിട്ടില്ല പൊള്ളൂല്ലേ പിങ്കു? പൊള്ളും.
പൊള്ളിയോ? വീണോ? ഏ? ആ പൊള്ളു പറയും. തൊട്ടൊക്കെ പൊള്ളുന്നുണ്ടോന്ന്? ഓക്കെ, നമ്മളതാ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത സെറ്റ് ഇതാ ഇടാൻ പോവുകയാണ്. ഇപ്പം നല്ല അടിപൊളി മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ്. 3 ഉള്ളല്ലോ ബാക്കി? മറ്റേ എടുത്തില്ല എന്നുണ്ടല്ലോ ചിക്കനെ? അത് ശരിയായി, എല്ലാം കൂടി ഒരുമിച്ച് കേടെടുത്തണ്ട. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. 3 കൂടിയേ ഉള്ളൂ. ഇവിടെ നമ്മളെ വീടിനടുത്തൊരു കല്യാണ വീടുണ്ട്. അതിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കോപ്പിറൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആ മ്യൂസിക് ഉണ്ടാകത്തില്ല. അപ്പോൾ അതേപോലെ തന്നെ ആ പാട്ട് കെട്ടും കഴിഞ്ഞാൽ എൻ്റെ മോൾ ഇവിടെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉള്ള പാട്ടിട്ടാണ് ഇവിടെ ഡാൻസ് തുടങ്ങിയത്. ഞാനും പണ്ട് ഇങ്ങനെയായിരുന്നു. എനിക്ക് ജനറേറ്ററിൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ മതിയായിരുന്നു. ഞാൻ പൊരിഞ്ഞ ഡാൻസ് ആയിരുന്നു. നിങ്ങൾക്ക് കളിച്ചേ കളിക്ക്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഗ്രിൽ ചെയ്ത ചിക്കനും ചോറ്, കല്യാണം വീട്ടിൽ കൊണ്ടുവന്ന അവിയൽ, പുളിയിഞ്ചി, കേബേജിലുപരി സാമ്പാർ, പിന്നെ നമ്മൾ രാവിലെ വീട്ടിലുണ്ടാക്കിയ അയിലക്കറി, ഇതെല്ലാം കൂട്ടിങ്ങുള്ളൊരു പരിപാടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്താൽ മാത്രം മതി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാത്രം നമ്മളെ വീഡിയോസ് കാണുന്നുള്ളൂ. നിങ്ങളെ ആ ഒരു ഷെയറിങ് മാത്രമാണ് നമ്മളെ മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. താങ്ക് യു.